അക്രമത്തിന് ആഹ്വാനം ചെയ്ത് കെ സുധാകരൻ നവകേരള യാത്രയെ ഏത് രീതിയിലും പ്രതിരോധിക്കുമെന്നും വടിയെടുത്താൽ യൂത്ത് കോൺഗ്രസുകാരും വടിയെടുക്കുമെന്നും സുധാകരൻ. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഗുണ്ടകളെന്നും ക്രിമിനലുകളുമാണെന്നും സുധാകരൻ ആരോപിച്ചു. പറയുന്നു CPM-ഓട്, പിണറായി വിജയനോട് ഞാൻ പറയുന്നു, പഴയ ബ്രിട്ടനിൽ പഠിച്ച എൻ്റെ സീനിയർ വിദ്യാർത്ഥിയായ പിണറായി വിജയനോട് ഞാൻ പറയുന്നത്, ഇനി ഇതുപോലെ അക്രമം ഉണ്ടായാൽ പ്രതികരിക്കും. കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് പ്രതികരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അങ്ങനെ ഒരു അക്രമത്തിൻ്റെ രാഷ്ട്രീയ വേദിയായി കേരളത്തെ മാറ്റാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തണം. ഈ നെറികെട്ട പ്രവർത്തന ശൈലി നിർത്തണം എന്ന് ഞാൻ കോൺഗ്രസിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. സിബി ജോസഫ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സിബി, ശബരിമല വാർത്തകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വ്യാജ വാർത്തകളാണെന്ന കുറ്റസമ്മതം കെ സുധാകരൻ നടത്തിയിരിക്കുന്നു. ഒപ്പം നവകേരള സദസ്സിനെ ഏത് രീതിയിലും ആക്രമിച്ചാണെങ്കിലും ചെറുക്കും, പ്രതിഷേധിക്കും എന്നുള്ള തരത്തിലുള്ള നിലപാടും വ്യക്തമാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ദില്ലിയിൽ ഇന്ന് കെ സുധാകരൻ എത്തിയത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? വിനീഷ്, ശബരിമല വിഷയത്തിൽ രണ്ട് വ്യാജ പ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉയർത്തിയിരുന്നു. അതായത് ഒന്ന്, ശബരിമലയിൽ പോലീസിന്റെ വിന്യാസം കുറവാണെന്നും പോലീസിന്റെ എണ്ണമടക്കമല്ല നിലയും കുറവാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് വലിയ രീതിയിൽ ഒരു പ്രചരണം നടത്തിയിരുന്നു. മറ്റൊന്ന്, ഒരു കുട്ടിയായ അയ്യപ്പൻ ബസ്സിൽ നിന്ന് കരയുമ്പോൾ അത് മറ്റൊരു രീതിയിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ അസ്വസ്ഥത മൂലമെന്ന രീതിയിലല്ല നിലയും മറ്റൊരു രീതിയിൽ ഒരു വ്യാജ പ്രചരണം നടത്തുകയും അവിടെ ഒരു ഭജന പ്രതിഷേധം അടക്കമല്ല നിലയും അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലല്ല നിലയും അവിടെ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ രണ്ട് പ്രചരണവും പിന്നീട് അത് തെറ്റാണെന്ന് പിന്നീട് സമൂഹ മാധ്യമങ്ങളോടും അതുപോലെ മീഡിയ വഴി മാധ്യമങ്ങൾ വഴി എല്ലാതിനെയും പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് ഇത്തരത്തിൽ കെ സുധാകരൻ ചോദിച്ചത്. അപ്പോൾ കെ സുധാകരൻ അത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു വ്യാജ പ്രചരണമാണ് നടന്നതെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ മാധ്യമ വാർത്തകൾ വിശ്വസിച്ചാണ് തങ്ങൾ പ്രതികരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ തെറ്റുകൾ സംഭവിക്കാം എന്നുള്ളൊരു കാര്യമായിരുന്നു സുധാകരൻ അതിനെ ലഘൂകരിച്ചുകൊണ്ട് സുധാകരന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഉണ്ടാകുന്ന അക്രമവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു അക്രമത്തിന് തന്നെ ആഹ്വാനം ചെയ്യാണ് കെ സുധാകരൻ. അതായത് ഇനിയും പ്രതിഷേധമുണ്ടാവും. അങ്ങനെ പ്രതിഷേധമുണ്ടായാൽ ഇത്തരത്തിൽ അതേപടി തന്നെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അറിയാം. വടിയെടുക്കാൻ പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ വടിയെടുക്കും. സുധാകരന്റെ വിവിധ വിഷയങ്ങളുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ സമഗ്രമായി റിപ്പോർട്ടായി നൽകുകയായിരുന്നു സിബി ജോസഫ് ദില്ലിയിൽ.